ഫസ്റ്റത്തെ വേർഡ് നോക്കി ഇല്ല പറയുന്നില്ല. ആ വേർഡ് നോക്കിയല്ലോ. ചേച്ചിയുടെ മനസ്സിലാക്കാൻ കുറച്ച് ടഫാണ്. ഇത് മാജിക്കിന് മുമ്പായിട്ട് എനിക്കറിയാൻ എന്തെങ്കിലും രീതിയിലുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, വളരെ റാൻഡം അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ബുക്സ് എല്ലാം റീഡ് ചെയ്യലില്ല? ബുക്സ് പണ്ട് വായിച്ചായിരുന്നു, ഇപ്പം വായിക്കൽ സമയം കിട്ടിയില്ല. ഓക്കെ, എൻ്റെ കയ്യിൽ 3 വ്യത്യസ്തമായ 3 ബുക്കുകളുണ്ട്. ഓക്കെ ഓക്കെ, ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇത് ഓർഡിനറി ബുക്കാണോ, അതിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ, സാധാ ബുക്കല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇതിലില്ല. പേജ് എല്ലാം ഡിഫറെൻ്റ് അല്ല, എല്ലാം ചെക്ക് ചെയ്തു. ഓക്കെ, സാധാ നമ്മളെ ബുക്ക്. ഇനി ചെയ്യേണ്ട കാര്യം ജസ്റ്റ് എൻ്റെ കണ്ണിലേക്ക് നോക്കാം. ജസ്റ്റ് പെട്ടെന്ന് ഇതിലത്തെ ഏതൊരു ബുക്ക് തൊടാൻ പറഞ്ഞാൽ ഏത് ബുക്ക് തൊടും? ഓക്കെ, ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കളയാം. ശരിയായിട്ടുണ്ട്. ഓക്കെ, ഇനി 2 ബുക്ക് ഉണ്ട്. ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നു അതായിരിക്കുന്നു ചേച്ചിയുടേത്. ഓക്കെ, ഏതാണ് ചൂസ് ചെയ്തോ റാൻഡംലി. ഓക്കെ, അത് കയ്യിലെടുത്തോ. ഇത് നമുക്ക് മാറ്റാം. ഓക്കെ, അതിലത്തെ പേജെല്ലാം ഡിഫറെൻ്റ് അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്തേ. നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു. ഓക്കെ, ആണ്. ചെയ്യേണ്ട കാര്യം ഞാനിങ്ങനെ റീഫ് ചെയ്യും. ഇഷ്ടമില്ലെടുത്ത് സ്റ്റോപ്പ് പറയാം. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് വേർഡ്, ഇപ്പോൾ ഇതിൽ ദെന്നാണ്, ആ ഫസ്റ്റ് വേർഡ് ഓർത്ത് നോക്കാം. എന്നോട് പറയണ്ട. ഇല്ല, ഇതിൽ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പേജാണ്. അതെ. ഓക്കെ, സ്റ്റോപ്പ്. ഇവിടെ മതിയാ? അതിന്റെ ഫസ്റ്റത്തെ വേർഡ് ഒന്ന് നോക്കി വെച്ച് ഇല്ല പറയുന്നില്ല. ആ വേർഡ് നോക്കിയല്ലോ. ഓക്കെ, നമ്മുടെ മുമ്പിൽ ചെറിയൊരു സ്ക്രീൻ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അതിൽ ആ വേർഡ് എഴുതുന്നതായിട്ടൊന്ന് ചേച്ചിയുടെ മനസ്സിലാക്കാൻ കുറച്ച് ടഫാണ്. ഓക്കെ, നമുക്കിത് മാറ്റി നോക്കാം. ഇത് ഞാൻ പറയാം അവസാനം. നമുക്ക് കുറച്ച് ടഫായോണ്ട് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമുക്ക് വേറെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിൽ ഒരു നോട്ട് പാഡ് ഉണ്ട്. ഇതിൽ ഒരുപാട് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. നോക്കാം. അല്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് വേർഡ്സ്, ബാഡ് സാധനമുണ്ട്, നല്ലതുമുണ്ട്. ജസ്റ്റ് ഒന്ന് വായി. ബെഡ്, അങ്ങനെ റാൻഡം ആയിട്ട് കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുള്ള ഒരു നോട്ട് പാഡാ. എല്ലാം ഡിഫറെൻ്റ് അല്ലേ? ചെയ്യേണ്ട കാര്യം ഒന്ന് ലെഫ്റ്റ് കൈ ഒന്ന് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു വെക്കാം. ഒരു പേജ് ഓപ്പൺ ചെയ്യുക. ആ വേർഡ് എന്താ വെച്ചാൽ മനസ്സിൽ ഓർത്ത് വെക്കുക. എന്നോട് പറയണ്ട. ഇല്ല, ഡയറക്റ്റ് ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അപ്പം തന്നെ അടച്ചു വെക്കുക. ഓക്കെ, 1 2 3. ഓക്കെ, അടച്ചു. അപ്പോൾ അത് കണ്ടില്ലേ? കണ്ടു. ഓക്കെ, ഇപ്പോൾ 2 വേർഡ് ഉണ്ട്. 2 വേർഡാ? ഫസ്റ്റത്തെ ഒരു വേർഡ് ഉണ്ട്, സെക്കൻഡത്തെ ഒരു വേർഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുണ്ടായിട്ട് നമ്മ വന്നപ്പോൾ മുതൽ ഇവിടെ ഒരു സാധനം കാണുന്നുണ്ടല്ലേ? ഉണ്ട്. ചേച്ചിക്ക് ഈ പ്രേതത്തിലെല്ലാം വിശ്വാസം ഉണ്ടാ? പേടിയുണ്ടല്ലേ? പ്രേതത്തിന്റെ കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എല്ലാവർക്കും പേടിയാ. നമുക്ക് എന്നാലും ഒരു ചെറിയൊരു കഥ കേൾക്കാം പ്രേതത്തിന്റെ. 1986 പറയണ്ട, വീട് മറന്നുപോലെ. 1986 നോർത്ത് ഇന്ത്യയിൽ തന്നെ എല്ലാവരും പേടിച്ചിരുന്ന ഒരു ദിനമുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിൽ ഒരു ധനികനായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവിടെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് സിൻഡ്രല്ല എന്നാണ്. ആ സിൻഡ്രല്ലക്ക് മനസ്സിൽ കുറച്ച് മെന്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് പാവകളെ വളരെ ഇഷ്ടമായിരുന്നു. കറക്റ്റ് പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ 10ാം പിറന്നാളിൻ്റെ അന്ന് ആ കുട്ടി മരണപ്പെട്ടു. അവസാനമായിട്ട് ആ കുട്ടിയുടെ കയ്യിൽ ഒരു പാവ ആ കുട്ടിയുടെ നെഞ്ചോടുണ്ടായിരുന്നു. ആ പാവയാണിത്. ഇതിൽ പ്രേതവാദി ഉണ്ട് എന്നാണ് കുറെ ആൾക്കാർ പറയുന്നത്. ഇല്ല, അതൊന്നുമില്ല. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ പാവയാ? ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓക്കെ, ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തോ. ഇത് വെച്ചാൽ ഒരു സാധാ ഡോളാണ്. കയ്യിലെടുത്ത് നോക്കിക്കോ, ചെക്ക് ചെയ്തോ ഇതിലെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട്. നമുക്ക് ട്രൈ ചെയ്യാം. ജസ്റ്റ് കൈ ഒന്നിങ്ങനെ പിടിച്ചോ, ഈ ആംഗിളിൽ പിടിച്ചോ. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ലേറ്റർ ഉണ്ട്. ജസ്റ്റ് കൈ എന്തിനാ? ആ കൈ അങ്ങനെ വെച്ചോ. എന്തിനാ? വെച്ചോ. എവിടെയെങ്കിലും ഹീറ്റ് കയ്യിലെ ബാക്കിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? കൂടിപ്പോയാ? കൈ വെള്ളാക്കണ? ചെറുതായിട്ട്.
നേരത്തെ അമ്മ ഒരു 2 കാര്യങ്ങൾ ബാക്കി വെച്ചിരുന്നു. ആ 2 വേർഡ്സ് വളരെ റാൻഡം ആയിട്ട് ഒരു ബുക്കിന്നും ഒരു ചെറിയ നോട്ട് പാഡിന്നും വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വേർഡിന്ന് 2 എണ്ണം മാത്രം ചൂസ് ചെയ്തിട്ടുണ്ട്. വളരെ റാൻഡം അല്ലേ? അതിന്റെ ഈ ബുക്കിന്ന് ചൂസ് ചെയ്ത വേർഡ് ഏതായിരുന്നു? പറയണ. പറഞ്ഞോളൂ. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. രണ്ടാമത് ഡ്രഗ്സ്. സ്റ്റോപ്പ് ഡ്രഗ്സ്. ഇതിലൊരു കോയിൻസിഡൻസ് ഇല്ലേ? സ്റ്റോപ്പ് ഡ്രഗ്സ്. കോയിൻസിഡൻസ് വെച്ചാല് ഇതില് സ്റ്റോപ്പ് വന്നു, ഇതില് ഡ്രഗ്സ് വന്നു. അത് രണ്ടും ഓക്കെ കണക്റ്റഡ് ആണ്. പക്ഷേ ഇത് മാജിക്കിന് മുമ്പായിട്ട് എനിക്കറിയാൻ എന്തെങ്കിലും രീതിയിലുള്ള ചാൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. വളരെ റാൻഡം അല്ലേ? ബിഫോർ ദ ഷോ മാജിക് ഓടുന്നതിനെക്കാളും ഒരുപാട് മണിക്കൂറുകൾക്ക് മുൻപ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. അതെങ്ങനെയാ? ഇതാണ് നമ്മളെ മൈൻഡ് തമ്മിൽ ചെറിയ കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും വേർഡ് എടുത്തെങ്കിൽ അപ്പൊ ഇതെങ്ങനെ മാച്ച് ആവും? അപ്പോ ഇത് വെറുതെ ആവും. അതാണ് മാജിക്. സൂപ്പർ. അപ്പം നേരത്തെ മറ്റേ പാവേന്റെ ഒക്കെ കാണിച്ചല്ലോ. ആക്ച്വലി അത് പറയൂല എന്ന് എനിക്കറിയാം. എന്നാലും മാജിക് ആണ്. മെന്റലിസവും മാജിക്കും ഇൻക്ലൂഡ് ചെയ്തൊരു സാധനമാണ് ഞാൻ ഇപ്പൊ ചെയ്തത്. അപ്ഗ്രേഡ് ചെയ്തിട്ട്. ഓ അതായത് പാവേനെ കൈയുടെ അടിയിൽ അവൻ ശരിക്ക് ഹീറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് എന്റെ ഇവിടെ നല്ലോണം പൊള്ളി, സത്യം നല്ലോണം പൊള്ളിയിട്ടുണ്ട്.